ഹലോ. അപ്പം ഇന്നെൻ്റെ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. സാധാ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ആണ് നടന്നത്. ഏകദേശം ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഞാൻ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ മുകളിൽ കുറേ ചപ്പും ചവറുണ്ടായിരുന്നു, അതെല്ലാം പറക്കി മാറ്റി. പിന്നെ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങളും എല്ലാം പറക്കി മാറ്റി. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഫ്രിഡ്ജാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുകൾ ഭാഗമൊക്കെ സ്ലാബിൻ്റെ മുകളിൽ കയറി ഒന്ന് വൃത്തിയാക്കുന്നത്. നല്ല പൊടിയുണ്ടായിരുന്നു മുകളിൽ. പിന്നെ ഈ ഫ്രിഡ്ജ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചാണ്, ഞാൻ വാങ്ങിച്ചതല്ല. എനിക്ക് പാലിയാച്ചന് എൻ്റെ അമ്മയുടെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ ഫ്രിഡ്ജ് 3 പാർട്ടായിട്ടാണ്. മുകളിൽ ഫ്രീസറും, മധ്യത്ത് സാധാ ഫ്രിഡ്ജും, താഴെ നമ്മൾ നോർമൽ ഫ്രിഡ്ജിന് കാണുന്ന പോലെ വെജിറ്റബിൾസ് വെക്കുന്ന ഒരു ട്രേ ഇല്ലേ, അത് ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ ഇതിനൊരു വ്യത്യാസം. അപ്പോൾ അത് നമുക്കിങ്ങനെ ഊരി മാറ്റിയെടുത്ത് കഴുകാനല്ല, വൃത്തിയാക്കാൻ പറ്റും. ഏകദേശം എൻ്റെ 1/4 മണിക്കൂറത്തെ പണിയാണ് 1 മിനിറ്റിലേക്ക് തീരുന്നത്. ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റോക്കിംഗ് ആണ്. റീസ്റ്റോക്കിംഗ് എന്ന് പറയാൻ അത്രമാത്രമൊന്നുമില്ല, ഇരുന്ന സാധനങ്ങൾ തന്നെ തിരിച്ച് പറക്കി വയ്ക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് മാത്രമാണ് പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ചത്. നമ്മുടെ സാധാ എല്ലാ വീട്ടിലും കാണുന്ന പോലെ തേങ്ങ തിരുവേൻ്റെ ബാക്കി, തക്കാളി മുറിച്ചതിൻ്റെ ബാക്കി, നാരങ്ങ, ഈ ഐറ്റംസൊക്കെ തന്നെയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ളത്. പിന്നെ വെജിറ്റബിൾസ് വാങ്ങിച്ച് വെക്കാനായിട്ട് ഞാൻ മറ്റേ ഫ്രിഡ്ജ് ഓർഗനൈസറോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ഒക്കെ കൂടെ ടിന്ന് കിട്ടത്തില്ല, നമ്മൾ ഇത് ജാക്ക് ഫ്രൂട്ട് കേക്കൊക്കെ വാങ്ങുമ്പോൾ അതിനൊരു ടിന്ന് കിട്ടത്തില്ല, ആ ടിന്നും പിന്നെ കൂണൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതൊരു ബോക്സിനകത്തിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാമാണ് ഞാൻ എടുത്തു വെച്ച് എൻ്റെ ഓർഗനൈസറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. എളുപ്പത്തിൽ തീർക്കാമെന്നും പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി. ഇച്ചിരി നേരം അധികം ഞാൻ പണിപ്പെട്ടു. പക്ഷേ നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും തുടച്ചൊക്കെ തീർന്ന് ഇത്തിരി വൃത്തിയാക്കി എടുത്ത് എല്ലാം നല്ല സെറ്റാക്കി വെക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സുഖം കിട്ടുക ഫ്രിഡ്ജ് തുറന്ന് കാണുമ്പം. പിന്നെ പച്ചക്കറി തട്ടിയിട്ട ഭാഗം കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.